അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഊഷ്മളമായ അഭിവാദ്യം ആദ്യമായി ഞാൻ നേരുകയാണ്. ഇസ്ലാമോഫോബിയയുടെ 2 പതിറ്റാണ്ടുകൾ എന്ന തലവാചകത്തിൽ ഊന്നിയെന്നുകൊണ്ട് ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലുണ്ടായ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ഇപ്പോൾ 20 വയസ്സിൻ്റെ മൂപ്പെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 20 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ലോകാടിസ്ഥാനത്തിലും ഇന്ത്യൻ ദേശീയ തലത്തിലും പിടിമുറുക്കിയിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെ വിഷബീജങ്ങളെ കണ്ടെടുക്കുവാനും അതിനെ വിമർശനാത്മകമായി കൊണ്ട് വിശകലനം ചെയ്യാനുമുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഉദ്യമം എന്നുള്ള നിലക്കാണ് ഇത്തരമൊരു ചർച്ചയെ ഞാൻ നോക്കിക്കാണുന്നത്. ഇതിനർത്ഥം ഇസ്ലാമോഫോബിയ എന്നുള്ളത് 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പുതിയ പ്രതിഭാസമാണ് എന്നതുമല്ല. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ചുള്ള വംശീയമായിട്ടുള്ള മുൻവിധികൾ ഇന്ന് ലോകത്താകമാനമായി കൊണ്ട് നിലനിൽക്കുകയാണ്. എന്നാൽ ഈ വംശീയമായിട്ടുള്ള പൊതുബോധവും ഇത്തരത്തിലുള്ള മുൻവിധികളും അതുപോലെ തന്നെ മതഭ്രാന്തൻ, തീവ്രവാദി, ഭീകരവാദി തുടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളും 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം രൂപപ്പെട്ടു വന്നിട്ടുള്ളതല്ല. മറിച്ച് അതിന് ഇന്നത്തെ സാമ്രാജ്യത്വവുമായി കൊണ്ടും ഈ സാമ്രാജ്യത്വത്തെ നിലനിർത്തിയിട്ടുള്ള, അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിലെ സാമ്രാജ്യത്വവുമായി കൊണ്ടും 600 വർഷത്തിലേറെ ചരിത്രപരമായ ബന്ധമുണ്ട്. അതിനുമപ്പുറത്ത് കുട്ടിയാഘോഷിക്കപ്പെട്ട യൂറോപ്യൻ നവോത്ഥാനവുമായി കൊണ്ടും യൂറോപ്യൻ നാഗരികതയുമായി കൊണ്ടും അതിന് ചരിത്രപരമായ ബന്ധമുണ്ട്. എല്ലാറ്റിനുമപ്പുറത്ത് ചോരമണക്കുന്ന പഴയ കുരിശി യുദ്ധങ്ങളോടും വെട്ടിപ്പിടിക്കലുകളുടെ ഭൂഖണ്ഡാന്തര സമുദ്ര സഞ്ചാരങ്ങളോടും ഈ ഇസ്ലാമോഫോബിയക്ക് നാഭീനാള ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. സാമ്രാജ്യത്വവും അതിൻ്റെ ആശയാവലികളും എന്നും അതിൻ്റെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതാരെ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതിന് കിട്ടുന്ന ഒരു ഉത്തരം അത് ഇസ്ലാം എന്നതായിരിക്കും. എന്നുമാത്രമല്ല, പാശ്ചാത്യൻ ചിന്തയും യൂറോപ്യൻ നവോത്ഥാനവും എല്ലാം തന്നെയും അതിൻ്റെ ഒരു അപരസ്ഥാനത്ത് നിലനിർത്തിയതാരെ എന്ന് നമ്മൾ നോക്കിയാൽ അത് ഇസ്ലാമിനെയായിരുന്നു. ഇപ്പോൾ എന്താണ് നവോത്ഥാനം എന്ന് സാധാരണയായി കൊണ്ട് ചോദിക്കപ്പെട്ടാൽ പൊതുവായി അതിന് നമ്മൾ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. അഥവാ ഗ്രീസിൽ ജനിച്ച് റോമിൽ വളർന്ന് പിന്നെ 1000 കൊല്ലക്കാലം ഇരുട്ടിൽ കിടന്നുകൊണ്ട് യൂറോപ്പിൽ തന്നെ പുനർജനിച്ച ഒന്ന് എന്നതാണ് പലപ്പോഴും നവോത്ഥാനത്തെക്കുറിച്ച് വിശദീകരിക്കപ്പെടാറുള്ളത്. അഥവാ അറിവ് എന്ന് പറയുന്നത് യൂറോപ്പിൽ ജനിച്ച് യൂറോപ്പിൽ അസ്തമിച്ച് യൂറോപ്പിൽ തന്നെ പുനർജനിച്ച ഒന്ന് എന്ന രൂപത്തിലാണ് പലപ്പോഴും പഠിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ കുട്ടിഘോഷിക്കപ്പെട്ടുള്ള ഈ യൂറോപ്യൻ നവോത്ഥാനം അതിൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള ആശയം സ്വീകരിച്ചത് എവിടെ നിന്ന് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതിന് കിട്ടുന്ന ഉത്തരം അത് മധ്യകാല ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക പുരകളിൽ നിന്നായിരുന്നു എന്ന് നമുക്ക് കണ്ടെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ആധുനിക ചരിത്രത്തിൻ്റെ പിതൃസ്ഥാനത്ത് പലപ്പോഴും പ്രതിഷ്ഠിക്കാറുള്ളതും അവരോധിക്കപ്പെടാറുള്ളതും ഡാങ്കൈനെ പോലെയുള്ള, ഹെഗലിനെ പോലെയുള്ള ചരിത്ര പുരുഷന്മാരായിരിക്കും. എന്നാൽ ഈ ഡാങ്കൈക്കും ഹെഗലിനും 400 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ഖൽദൂൻ ലക്ഷണമൊത്ത ഒരു ചരിത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖദ്ദിമ എഴുതുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ രക്തസംക്രമണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായി കൊണ്ട് വിളിക്കപ്പെടുന്ന വില്യം ഹാർവിക്ക് 400 വർഷങ്ങൾക്ക് മുമ്പ് അൽ നഫീസിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ സർജറിയുടെ പിതാവായി കൊണ്ട് അബുൽ ഖാസിമിനെ പോലെയുള്ള ആളുകൾ, അലോപ്പതിയുടെ പിതാവായി കൊണ്ട് അവിസന്ന ഇബ്നു സീനയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ പിതാവായി കൊണ്ട് ജാബിർ ബിൻ ഹയാനെ പോലെയുള്ള മഹാരഥന്മാർ
ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക ചക്രവാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാർട്ടിൻ ബർണൽ എന്തുകൊണ്ട് ബ്ലാക്ക് അദീന എന്നുള്ള ഒരു പേര് തൻ്റെ പുസ്തകത്തിന് കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഗ്രന്ഥത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര് ബ്ലാക്ക് അദീന എന്നതാണ്. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ ദേവതയാണ് അദീന എന്ന് പറയുന്നത്. മാർട്ടിൻ ബർണൽ പറയുന്നത് യൂറോപ്പിന് അത്തരത്തിൽ ഒരു വിജ്ഞാനത്തിൻ്റെ ദേവതയുണ്ട് എങ്കിൽ ആ ദേവതയുടെ നിറം കറുത്തതായിരിക്കും എന്നതാണ്. ആ വിജ്ഞാനത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് യൂറോപ്പിൽ പിറവിയെടുത്തതല്ല, മറിച്ച് അതിൻ്റെ ജനനം ബഗ്ദാദിലാണ്, ഇറാഖിലാണ്, ഈജിപ്തിലാണ് എന്നാണ് അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ നിറം കറുപ്പായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക പുരകളിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ടുമാണ് യൂറോപ്യൻ നവോത്ഥാനം ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് അറിവ് ലഭ്യമായി എന്നുള്ള ഒരു ചോദ്യത്തിന് അത് ഞങ്ങൾ ഇസ്ലാമിക ലോകത്ത് നിന്ന് കടം കൊണ്ടതാണ് എന്ന് പറയുവാനുള്ള വൈമനസ്യം പലപ്പോഴും യൂറോപ്പിനുണ്ടായിരുന്നു. അറിവിനെ താന്താങ്കളിൽ മാത്രം നിക്ഷിപ്തമാക്കിക്കൊണ്ടും തങ്ങൾക്ക് പുറത്തുള്ളതെല്ലാം തന്നെയും മതങ്ങളാകട്ടെ സംസ്കാരങ്ങളാകട്ടെ അവയെല്ലാം തന്നെയും പ്രാകൃതത്വത്തിലും മതാന്ധതയിലുമാണ് എന്ന് വരുത്തി തീർക്കുവാനും ബോധപൂർവമായി കൊണ്ട് യൂറോപ്പ് ശ്രമിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഏറ്റവും പ്രതിലോമപരമായിട്ടുള്ള മതമായി കൊണ്ടും അത്യന്തം ആധുനിക വിരുദ്ധമായിട്ടുള്ള പിന്തിരിപ്പത്തത്തിൻ്റെ ഒരു സംസ്കാര ശൂന്യരായിട്ടുള്ള ഒരു സമൂഹമായി കൊണ്ടും അവതരിപ്പിക്കുവാനാണ് യൂറോപ്പ് എക്കാലവും ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ലോകത്തിൻ്റെ ചരിത്രത്തിൽ നേരത്തെ നിലനിന്നിരുന്ന ഈ ഇസ്ലാം ഭീതിയുടേതായിട്ടുള്ള വംശീയമായിട്ടുള്ള വിഷബീജങ്ങളെ സെപ്റ്റംബർ 11 പെൻറ്റഗൺ ആക്രമണത്തിന് ശേഷം അനുകൂലമായ അന്തരീക്ഷം മുതലെടുത്തുകൊണ്ട് ലോകത്താകമാനമായി കൊണ്ട് പടർന്നു പിടിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 11 പെൻറ്റഗൺ ആക്രമണത്തിന് ശേഷം പുതിയ ലോകം പിറന്നു എന്ന് കാണിക്കുവാൻ കിഴക്കോട്ടേക്ക് പടക്കപ്പലുകൾ നയിച്ച അഭിനവ കടൽ കൊള്ളക്കാർ, അതിൻ്റെ ഭാഗമായി കൊണ്ട് ഇറാഖിൽ നിന്ന് അഫ്ഗാനിൽ നിന്ന് നാം കേട്ട വെടിമുഴക്കങ്ങൾ, ഇതെല്ലാം തന്നെയും അതിൻ്റെ തികവാർന്ന പ്രതിഫലനമായിരുന്നു, തുടർക്കാഴ്ചയായിരുന്നു. നേരത്തെ സാമ്രാജ്യത്വം ഇസ്ലാമിനെ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിലനിർത്തുമ്പോൾ തന്നെ സമാന്തരമായി കൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ശത്രുവിനെ കൂടി അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ജർമ്മൻ മതിലിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ശീതസമരങ്ങൾക്കൊടുവിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ ശത്രു അണിയറക്കവിന്നിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു. അരങ്ങിൽ ഇസ്ലാം മാത്രമായി എന്നതാണ്. ഇപ്പോൾ ഏവരുടെയും ഉന്നം ഇസ്ലാം മാത്രമായി മാറിയിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആഗോള ശത്രുവിനെ ഭാവന ചെയ്തെടുത്തും അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ടുമാണ് ഇന്ന് സാമ്രാജ്യത്വവും അതിൻ്റെ ആശയാവലികളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഈ ശത്രു മനോഭാവം ലോകത്തിൻ്റെ ഓരോ ബോധങ്ങളിലേക്കും പ്രാദേശികമായിട്ടുള്ള ബോധങ്ങളിലേക്ക് വരെ ഇന്ന് സംക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷമുണ്ടായിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെ ഈ വളർച്ച സ്വാഭാവികമായി കൊണ്ടും ഇന്ത്യയിലും അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഭീതി എന്നുള്ളത് ഒരാശയം എന്നതിനപ്പുറത്ത് അതൊരു അനുഭവമായി കൊണ്ട് ഇന്ന് മാറിത്തീർന്നിരിക്കുകയാണ്. പേരുകൊണ്ട്, വേഷം കൊണ്ട്, സംസ്കാരം കൊണ്ട് മുസ്ലിം സമൂഹം ഇന്ന് പലപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ദേശക്കൂറ് അവർ നിരന്തരം ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളല്ല അത് ചെയ്തതെന്നും ഞാനല്ല അത് ചെയ്തതെന്നുമുള്ള ഒരു നട്ടല്ലൊരുക്കത്തോടുകൂടി അവനവനിലേക്ക് ചുരുണ്ടുകൂടേണ്ടി വരുന്ന ഒരു ദയനീയമായ സ്ഥിതി പലപ്പോഴും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗ്രസിച്ചു നിൽക്കുകയാണ്. അതിർത്തിയിൽ വെട്ടിയേൽക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ കൂടുതൽ നല്ല പട്ടാളക്കാരനാകുന്നത് പോലെ, തൂക്കിലേറ്റപ്പെടുന്ന വിപ്ലവകാരി കൂടുതൽ നല്ല വിപ്ലവകാരിയാകുന്നത് പോലെ എന്ന കൊഴൂർ വിൽസൻ്റെ കവിതയെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ദേശീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ദേശക്കൂറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് ആവർത്തിച്ചുറപ്പിക്കേണ്ട ഒരധിക ബാധ്യത
ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗ്രസിച്ച് നിൽക്കുകയാണ്. ഇസ്ലാമോഫോബിയയുടെ വളക്കൂറുള്ള ഈ മണ്ണിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു വംശീയമായിട്ടുള്ള വേട്ട തകൃതിയായി കൊണ്ട് നടത്തുവാനും നടത്തുവാനും ഇവിടുത്തെ ഭരണകൂടത്തിനും ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കും ഇന്ന് എളുപ്പത്തിൽ സാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ലോകത്തിലെ ഇതര മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രബലമായ ന്യൂനപക്ഷ വിഭാഗം ഏത് എന്ന ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉത്തരം അത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം സമൂഹം ഏത് എന്ന ചോദ്യത്തിനും നമുക്ക് നൽകാൻ കഴിയുന്ന ഉത്തരം അത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നതാണ്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണഘടനാപരമായി മുസ്ലിങ്ങൾ ഇന്ന് തുല്യാവകാശികളുമാണ്. ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും താഴെത്തട്ടിൽ നിലനിൽക്കുന്ന ഒരു പിന്നാക്ക സമൂഹത്തേക്കാൾ കൂടുതലായി അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ മനോഹരമായിട്ടുള്ള പുറം കവറിനകത്തെ യഥാർത്ഥ മുസ്ലിം ചിത്രം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. സമകാലിക ഇന്ത്യയിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധികൾ അത് കേവലം അക്ഷരങ്ങൾ കൊണ്ട് നിർവചിക്കാൻ സാധിക്കാത്തതാണ്. അത് അക്കങ്ങൾ കൊണ്ട് നിർണ്ണയിക്കാൻ കഴിയാത്തതാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർവ്വകാല പൈതൃകം ഇന്നതിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ്. വിദ്യാഭ്യാസപരമായി കൊണ്ട്, സാംസ്കാരികമായി കൊണ്ട്, വൈജ്ഞാനികമായി കൊണ്ട് അവർ ക്ഷയോന്മുഖരായി തീർന്നിരിക്കുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള രതീന്ദർ സച്ചാർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു ആശയമുണ്ട്. അഥവാ ഇന്ത്യൻ മുസ്ലിം സമൂഹം ഇവിടുത്തെ സാമൂഹ്യപരമായി കൊണ്ട്, സാംസ്കാരികമായി കൊണ്ട്, വൈജ്ഞാനികമായി കൊണ്ടുള്ള പിന്നാക്കാവസ്ഥയിൽ ഇന്ത്യയിലെ മുഹാസിറുകളെക്കാളേറെ പിന്നാക്കം നിലനിൽക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു എന്നാണ് രതീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ആരാണ് ആ മുഹാസിർ എന്നുള്ളതിനെ സംബന്ധിച്ചും അവർ പറയുന്നുണ്ട്. അഥവാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എലിപിടുത്തം ശീലമാക്കിയിട്ടുള്ള അത്യന്തം ദയനീയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മുഹാസിറുകൾ എന്ന് പറയുന്നത്. ആ മുഹാസിറുകളെക്കാളേറെ ദയനീയമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഇന്ത്യൻ മുസ്ലിം സമൂഹം കടന്നു പോകുന്നത് എന്നാണ് രതീന്ദർ സച്ചാർ കമ്മീഷൻ ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ദേശീയ തലത്തിൽ ഇന്ന് അങ്ങേയറ്റം ദുരിതപൂർണമായ ഒരു ജീവിതം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറത്ത് ഭരണകൂടപരമായ ഭീകരത, സാമൂഹികമായിട്ടുള്ള വിവേചനം, ഇതെല്ലാം തന്നെയും മുസ്ലിം സമൂഹം അനുഭവിക്കേണ്ടി വരികയാണ്. ഭരണകൂട ഭീകരത എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. കാരണം ദൈനംദിനം പത്രമാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരണം ആഗ്രഹിക്കാത്തത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മൊത്തം തടവുകാരുടെ എണ്ണം എന്ന് പറയുന്നത് 4 ലക്ഷത്തോളം വരുന്നതാണ്. ആ 4 ലക്ഷത്തോളം വരുന്ന തടവുകാരിൽ 2.5 ലക്ഷത്തിലധികം വരുന്നത് വിചാരണ തടവുകാരാണ്. 2.5 ലക്ഷത്തിലധികം വരുന്ന ഈ വിചാരണ തടവുകാരിൽ സിംഹഭാഗവും ആര് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതിന് കിട്ടുന്ന ഉത്തരം അത് ഇന്ത്യയിലെ മുസ്ലിം എന്നുള്ളതായിരിക്കും. ചെയ്ത തെറ്റ് എന്തെന്നറിയാതെ എത്രയോ വർഷങ്ങളായിക്കൊണ്ട് വിചാരണ തടവുകാരായിക്കൊണ്ട് അവർ ജയിലറകളിൽ നരക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ കോഴിക്കോട് തുറന്നുവിടുന്നത് പോലെ അവരെ പുറത്തേക്ക് വിടുകയാണ്. അവരുടെ കഴിഞ്ഞുപോയ വർഷങ്ങൾക്ക്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവരുടെ സാമ്പത്തികവും അവരുടെ സമയനഷ്ടങ്ങൾക്കും യാതൊരുവിധ പ്രതിവിധിയും പരിഹാരവും നമ്മുടെ സർക്കാരുകൾ കണ്ടെത്തുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ, ഇവിടുത്തെ പലപ്പോഴും മധ്യവർഗ സവർണ സമൂഹങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു ആരോപണമുണ്ട്. അഥവാ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ജനസംഖ്യാനുപാതികമായി കൊണ്ട് അവർക്ക് ലഭ്യമാകേണ്ടതിനേക്കാളേറെയുള്ള പ്രാതിനിധ്യം അവർക്ക് ഉദ്യോഗ മേഖലയിലും മറ്റു മേഖലകളിലും അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നു എന്നും ഇത് ഇവിടുത്തെ മതേതര സർക്കാരുകളുടെ വഴിവിട്ട ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് എന്നുമാണ് ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ നിരന്തരമായി കൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
എന്നാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാനുപാതികമായി കൊണ്ട് അവർക്ക് ലഭ്യമാകേണ്ടതിനേക്കാളേറെയുള്ള പ്രാതിനിധ്യം അവർക്ക് ലഭ്യമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഉദ്യോഗ മേഖലയിലല്ല, മറിച്ച് ജയിലറകൾക്കുള്ളിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം അപരത്തെ, ഒരു മുസ്ലിം പൊതുശത്രുവിനെ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ടും അതിനെ കൂടുതൽ അരക്കെട്ടുറപ്പിച്ചു നിർത്തിക്കൊണ്ടുമാണ് നമ്മുടെ ഭരണകൂടങ്ങൾ അവരുടെ അധികാര നൈരന്തര്യം ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചാണക്യസൂത്രമായി കൊണ്ട് കൗടില്യൻ പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്. നിങ്ങൾക്ക് ഒരു സമ്പന്നൻ്റെ ഖജനാവ് കൊള്ളയടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വ്യക്തിയെ തല്ലിക്കൊന്നുകൊണ്ട് ആ സമ്പന്നൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയിടുക. എന്നിട്ട് അപ്പേര് പറഞ്ഞുകൊണ്ട് ആ സമ്പന്നൻ്റെ ഖജനാവ് നിങ്ങൾക്ക് കൊള്ളയടിക്കാം എന്ന് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞു വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഇന്ത്യയിലെ ഒരു മുസ്ലിം പൊതുശത്രുവിനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ മറവിൽ തങ്ങളുടെ അധികാരത്തിൻ്റെ തുടർച്ച നിലനിർത്തുവാനാണ് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൻ്റെ ക്രാന്തദർശിയായ എഴുത്തുകാരൻ ആനന്ദ് എഴുതിയിട്ടുള്ള ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറയുന്ന നോവൽ ഇത്തരത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം നമുക്കറിയാവുന്നതുപോലെ ഗോവർദ്ധനാണ്. ഗോവർദ്ധൻ തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തവിട് വാങ്ങുന്നതിന് വേണ്ടി ഒരിക്കൽ മാർക്കറ്റിൽ പോയതാണ്. മാർക്കറ്റിലേക്ക് ചെന്ന അദ്ദേഹം പോലീസിൻ്റെ പിടിയിലകപ്പെടുകയാണ്. അത്തരത്തിലുള്ള ഒരു ഗോവർദ്ധനെ കാത്തിരിക്കുകയായിരുന്നു ഭരണകൂടത്തിൻ്റെ പോലീസ് എന്നും ആനന്ദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അഥവാ നഗരമധ്യത്തിലെ ഒരു മതിൽ ഇടിഞ്ഞു വീഴുന്നു. ആ മതിലിനടിയിൽപ്പെട്ടുകൊണ്ട് ഒരു ആട് ചത്തുപോകുന്നു. ആ ആട് ചത്തതിൻ്റെ പേരിൽ ആ പണിയിൽ ഭാഗവാക്കായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഭരണകൂടം പിടികൂടുകയാണ്. അതിൻ്റെ മേസ്തിരിയെ, അതിൻ്റെ കോൺട്രാക്ടറെ, അതിൻ്റെ പണിക്കാരെ എല്ലാവരെയും ഭരണകൂടം പിടികൂടുകയാണ്. യാതൊരുവിധ വീണ്ടുവിചാരവുമില്ലാതെ, യുക്തിദീക്ഷയുമില്ലാതെ ഏവർക്കും ഭരണകൂടം വധശിക്ഷ വിധിക്കുകയുമാണ്. എന്നാൽ അപ്പോൾ തന്നെ ഭരണകൂടം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അഥവാ തൂക്കിലേറ്റപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും തൂക്കുകയറിൻ്റെ വ്യാസം ഇത്ര മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം നേരത്തെ തന്നെ ഭരണകൂടം കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ്. ആ നിയമം അനുസരിച്ചുകൊണ്ട് പിടിയിലകപ്പെട്ട ഒരാളുടെയും കഴുത്ത് ഭരണകൂടം നിർമ്മിച്ചിട്ടുള്ള ഈ തൂക്കുകയറിന് ഭാഗമല്ല. അതുകൊണ്ട് ആ തൂക്കുകയറിന് പാകമായിട്ടുള്ള കഴുത്ത് മെലിഞ്ഞ ഒരാളെ തേടിക്കൊണ്ട് നടക്കുകയാണ് ഭരണകൂടം. അവരുടെ ആ നോട്ടത്തിലേക്കാണ് കഴുത്ത് മെലിഞ്ഞ ഗോവർദ്ധൻ കടന്നു ചെല്ലുന്നതും അങ്ങനെ ഗോവർദ്ധൻ പിടികൂടപ്പെടുന്നതും. രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ ആനന്ദ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒന്നാമതായി കൊണ്ട് അത്യന്തം രാഷ്ട്രീയ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അഥവാ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ആട് ചാകുമ്പോഴേക്കും ഇത്രമാത്രം നരഹത്യകൾ ഒരു ഭരണകൂടം ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അതിലൊന്നാമത്തേത്. സമകാലിക ഇന്ത്യയിൽ ഗോഹത്യയുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്ന മനുഷ്യഹത്യകളുടെ അനുഭവ പശ്ചാത്തലത്തിൽ ആനന്ദിൻ്റെ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയേറുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുമപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഉത്തരമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഭരണകൂടത്തിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന് ചില കഴുത്തുമെലിഞ്ഞ ഗോവർദ്ധന്മാർ അനിവാര്യമാണ് എന്നതാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്ന ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്ന ഒരു പൊതുശത്രുവിനെ ഇത്തരത്തിൽ ബോധപൂർവമായി കൊണ്ട് സൃഷ്ടിച്ചെടുത്തുകൊണ്ടും അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ടും അതിൻ്റെ മറവിൽ തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള അധികാര തുടർച്ച നിലനിർത്തുകയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഭരണകൂടപരമായ ഭീകരത ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുമപ്പുറത്താണ് സാമൂഹികമായിട്ടുള്ള വിവേചനം എന്ന് പറയുന്നത്. സാമൂഹികമായിട്ടുള്ള വിവേചനം എന്ത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ദേശീയത എന്ന് പറയുന്നത് ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒളിച്ചിരിക്കാൻ പറ്റിയ പാരമ്പര്യങ്ങളോ സംസ്കാരങ്ങളോ ഇന്ത്യയിലില്ല എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പലപ്പോഴും ദേശീയ മുസ്ലിം
എന്നുള്ള പ്രത്യേകമായ പദവിക്കർഹമായി കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു അധിക ബാധ്യത ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിമിനെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഇന്ത്യയിലെ പിന്നെ പ്രമുഖ സാമൂഹ്യ ചിന്തകനായിട്ടുള്ള ജ്ഞാനേന്ദ്ര പാണ്ഡെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് ദേശീയ മുസ്ലിം? എന്തുകൊണ്ട് ദേശീയ മുസ്ലിം? നമുക്കറിയാവുന്നതുപോലെ ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിമാണ്. അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിമാണ്. ജ്ഞാനേന്ദ്ര പാണ്ഡെ പറയുന്നത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിം ആകുന്നത് പോലെ, അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിം ആകുന്നത് പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിം ആകുന്നത് പോലെ ഒരിക്കലും ഗാന്ധിജിക്കോ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിനോ അല്ലെങ്കിൽ സാക്ഷാൽ കെ കേളപ്പനോ ഒരിക്കലും ഒരു ദേശീയ ഹിന്ദുവായി തീരേണ്ടി വരുന്നില്ല എന്നതാണ്. അഥവാ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഈ ഇന്ത്യൻ ദേശീയതക്കകത്ത് എപ്പോഴും ഒരു അപരമായി കൊണ്ട് നിലനിർത്തുകയും അതിനകത്ത് ചില ആളുകളെ പ്രത്യേകമായി കൊണ്ട് ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അവരെ ദേശീയ മുസ്ലിം എന്നുള്ള പ്രത്യേകമായ പദവിയിൽ നിലനിർത്തിയിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ജ്ഞാനേന്ദ്ര പാണ്ഡെ ഈ സൂചകത്തിലൂടെ, ഈ രൂപകത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിലൂടെ ഇന്ത്യൻ ദേശീയതയ്ക്കകത്തുള്ള ദേശീയ മുസ്ലിം എന്നുള്ള ഒരു പദത്തെ തന്നെയും വിശകലനം ചെയ്യുകയാണ് ജ്ഞാനേന്ദ്ര പാണ്ഡെ ചെയ്യുന്നത്. ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ NS മാധവൻ എഴുതിയിട്ടുള്ള അത്യന്തം രാഷ്ട്രീയ പ്രസക്തമായിട്ടുള്ള കഥയാണ് മുംബൈ എന്ന് പറയുന്ന കഥ. പൗരത്വ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന ഇന്ത്യയിൽ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കപ്പെടേണ്ട ഒരു രചനയായി കൊണ്ട് NS മാധവൻ്റെ മുംബൈ മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മുംബൈ എന്ന് പറയുന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം അസീസ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. അസീസ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പാങ്ങ് സ്വദേശിയാണ്. പാങ്ങ് സ്വദേശിയായിട്ടുള്ള അസീസ് ജോലി ചെയ്യുന്നത് മുംബൈയിലാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകേണ്ടി വരികയാണ്. അങ്ങനെ വിദേശത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു പാസ്പോർട്ട് അനിവാര്യമാണ്. പാസ്പോർട്ട് ലഭ്യമാകണമെങ്കിൽ അദ്ദേഹത്തിന് റേഷൻ കാർഡും ആവശ്യമാണ്. അങ്ങനെ റേഷൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടി സപ്ലൈ ഓഫീസറായിട്ടുള്ള പ്രമീള ഗോഖലെ എന്ന് പറയുന്ന ഒരു ചിത്ഭവൻ ബ്രാഹ്മണ സ്ത്രീയുടെ അരികിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. അവരാദ്യമായി കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് പേര് എന്നതാണ്. പേരിനും ചില രാഷ്ട്രീയമുണ്ട് എന്ന് അവിടെ മുതൽ അസീസ് തിരിച്ചറിയുകയാണ്. അദ്ദേഹം പറയുന്നു പേര് അസീസ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു എവിടെയാണ് നിങ്ങളുടെ നാട്? അദ്ദേഹം പറയുന്നു മലപ്പുറം ജില്ലയിലെ പാങ്ങ് സ്വദേശിയാണ്. പാങ്ങോ? പാങ്ങിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അദ്ദേഹം നിശബ്ദനായി തീരുന്നു. അവരദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ സ്വന്തമായി ഭൂമിയുണ്ട് എന്നുള്ളതിന് തെളിവുണ്ടോ? അദ്ദേഹം പറയുന്നു സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നു, പക്ഷേ അനിയൻ്റെ പഠനത്തിന് വേണ്ടി എനിക്കത് വിൽക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ന് യാതൊരു ഭൂമിയുമില്ല? ഇല്ല. അടുത്ത ചോദ്യം കൂടുതൽ പ്രസക്തമാണ്. അവർ ചോദിക്കുന്നു ബംഗ്ലാദേശ് കുടിയേറ്റത്തിന് മുൻപ് നിങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നോ? അദ്ദേഹം പറയുന്നു മേഡം ഞാനന്ന് ജനിച്ചിട്ടില്ല. യെസ് ഓർ നോ, നിങ്ങൾ അതുമാത്രം ഉത്തരം നൽകിയാൽ മതി. അദ്ദേഹം പറയുന്നു ഇല്ല. ബംഗ്ലാദേശ് കുടിയേറ്റത്തിന് ശേഷം നിങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നോ? അദ്ദേഹം പറയുന്നു ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭാഷണം മുന്നോട്ട് പോകവേ ബംഗ്ലാദേശ് കുടിയേറ്റത്തിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു വിദേശ പൗരനാണ് താൻ എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒട്ടൊരു വൈകാരികതയോടുകൂടി അസീസ് ചോദിക്കുന്നുണ്ട് ഇത് നല്ല കൂത്ത്. ഒരർദ്ധരാത്രിയിൽ ഒരസമയത്ത് ഞാൻ മേഡത്തെ വിളിച്ചുണർത്തിക്കൊണ്ട് മേഡം ഇന്ത്യക്കാരിയാണ് എന്ന് പറഞ്ഞാൽ മേഡം അതെങ്ങനെയാണ് തെളിയിക്കുക? ഒരു നനുത്ത പുഞ്ചിരിയോടുകൂടി അല്ല, ഒരു കൊല്ലുന്ന പുഞ്ചിരിയോടുകൂടി അവരതിന് നൽകുന്ന മറുപടി ഞാൻ എൻ്റെ പേരങ്ങ് പറയും, പ്രമീള ഗോഖലെ, ചിത്പവൻ ബ്രാഹ്മണ, അതാണെൻ്റെ പേര്, അതാണെൻ്റെ വംശം, അതാണെൻ്റെ ദേശം എന്നാണ് അവരതിന് നൽകുന്ന മറുപടി. ആ ഉത്തരത്തിൻ്റെ മുമ്പിൽ അസീസ് നിശബ്ദനായി തീരുന്നു എന്നാണ് NS മാധവൻ അതിലൂടെ കുറിക്കുന്നത്. അഥവാ ഇന്ത്യൻ ദേശീയതക്കകത്ത് എങ്ങനെയാണ് പ്രമീള ഗോഖലെ എന്ന് പറയുന്ന ഒരു ചിത്പവൻ ബ്രാഹ്മണ സ്ത്രീ ദേശീയതയുടെ ഒരു ആന്തരികമായ യാഥാർത്ഥ്യമായി തീരുന്നത് എന്നും എങ്ങനെയാണ് അസീസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേശീയതയുടെ അപരമായി തീരുന്നത് എന്നുമുള്ള ദേശീയതയുടെ തന്നെ ആന്തരികമായ പരിമിതിയെ സംബന്ധിച്ച് അതിനകത്തുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ച് കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് NS മാധവൻ ഇവിടെ ചെയ്യുന്നത്.
ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ സാമൂഹികമായിട്ടുള്ള വിവേചനം, ഭരണകൂടപരമായ ഭീകരത, ഇതിൻ്റെ എല്ലാം ഇരകളായി കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു ദയനീയ ജീവിതത്തിലൂടെ മുസ്ലിം സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ സാക്ഷാൽ നെഹ്റു തന്നെ നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. നെഹ്റു തന്നെയും പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു മുസ്ലിം ഒരു പൊതുവായ കാര്യം ഇന്ത്യയിൽ ഉന്നയിച്ചാൽ പോലും പലപ്പോഴും അതിനെ സാമുദായികമായി കൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റെടുക്കപ്പെടുക. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിമേതര സമൂഹം, വിശിഷ്യ ഭൂരിപക്ഷ സമൂഹം, ഇന്ത്യയിൽ ഒരു സാമുദായികമായിട്ടുള്ള വിഷയം ഉന്നയിച്ചാൽ പോലും അതിനെ പൊതുവായി കൊണ്ടാണ് ഇന്ത്യൻ ദേശീയത ഏറ്റെടുക്കുക എന്ന് പലപ്പോഴും സാക്ഷാൽ നെഹ്റു തന്നെയും നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് പോലും ചരിത്രപരമായ പിഴവുകൾ സംഭവിച്ചു എന്നതാണ് ഇന്ത്യൻ ചരിത്രം. നമുക്കറിയാവുന്നതുപോലെ ഭരണകൂടം മതനിരപേക്ഷമായാൽ മതി, സമൂഹം സ്വതവേ മതേതരമായിക്കൊള്ളും എന്നുള്ള വീക്ഷണത്തിനുടമയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. മതനിരപേക്ഷതയുടെ ഏറ്റവും നല്ല വക്താവും അതിൻ്റെ നിലനിൽക്കുന്ന ഒരു മാമരമായി കൊണ്ട് ഇന്നും വിശദീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. പക്ഷേ ആ ജവഹർലാൽ നെഹ്റുവിന് പോലും മതനിരപേക്ഷതയുടെ വിഷയത്തിൽ പലപ്പോഴും ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രം. രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്നുള്ള പുസ്തകത്തിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ? ഇപ്പോൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ളത് ഭരണകൂടം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു സമയമുഹൂർത്തമായിരുന്നില്ല, അല്ലെങ്കിൽ ചരിത്രപരമായി വന്നു ചേർന്ന ഒരു സമയമുഹൂർത്തവുമായിരുന്നില്ല അത്. മറിച്ച് ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹം സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങുവാൻ വിധിക്കപ്പെട്ട ഏറ്റവും നല്ല മുഹൂർത്തമായി കൊണ്ട് വിലയിരുത്തുകയും അതിനനുസൃതമായി കൊണ്ട് ഇന്ത്യൻ ദേശീയ സമൂഹം അംഗീകരിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്ത ഒരു സമയമാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത്. രാമചന്ദ്ര ഗുഹ നിരീക്ഷിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് സാരമായ സംഭാവനകൾ നൽകിയിട്ടില്ലാത്ത ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ കേവലം ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഇരുന്നു കൊടുക്കുകയും മണിക്കൂറുകളോളം ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് ദേഹമാസകലം ഭസ്മം പൂശി അവർക്കനുസൃതമായി കൊണ്ട് ഇരുന്നു കൊടുത്ത ഒരു ദയനീയമായിട്ടുള്ള ചിത്രം സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനുണ്ട് എന്നാണ് രാമചന്ദ്ര ഗുഹ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്. അതിനുമപ്പുറത്ത് ബാബരി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വിഗ്രഹപ്രതിഷ്ഠ നടന്ന സന്ദർഭത്തിൽ ആ വിഗ്രഹം എടുത്തുകൊണ്ട് സരയൂ നദിയിൽ വലിച്ചെറിയുവാൻ ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അമരസ്ഥാനത്തിരുന്ന അദ്ദേഹത്തിന് അതിൽ എല്ലുറപ്പുള്ളൊരു നിലപാടെടുക്കാൻ സാധിച്ചില്ല എന്നും രാമചന്ദ്ര ഗുഹ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുമപ്പുറത്ത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ സംഘ്പരിവാർ ശക്തികൾക്ക് RSSന് ഇന്ത്യൻ സൈനികരോടൊപ്പം RSSൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ പരേഡ് നടത്തുവാനുള്ള അവകാശം നൽകുകയും ചെയ്തു എന്നുള്ള ചരിത്രപരമായ പിഴവും സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന് സംഭവിച്ചു എന്ന് രാമചന്ദ്ര ഗുഹ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും വിമർശിക്കപ്പെടുമ്പോൾ തന്നെ സ്വാംശീകരിക്കപ്പെടേണ്ട ഒരു മൂല്യമായി കൊണ്ട് ഇന്ത്യൻ ദേശീയതയിലെ സവർണ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നും ആ സവർണ സംസ്കാരത്തെ പുലുകിയ സമൂഹം പലപ്പോഴും മതനിരപേക്ഷമായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ശത്രുസ്ഥാനത്ത് പലപ്പോഴും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ചരിത്രപരമായി കൊണ്ട് സാക്ഷാൽ നെഹ്റുവിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ വക്താക്കളും പിന്മുറക്കാരുമായിട്ടുള്ള ഇന്ത്യയിലെ പല മതനിരപേക്ഷ ആളുകൾക്കും ഇന്ന് ഈ ചരിത്രപരമായ പിഴവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അകത്ത് അതിൻ്റെ തലയെടുപ്പുള്ള നേതാക്കൾക്ക് ചരിത്രപരമായിട്ടുള്ള ഈ പിഴവുകളുടെ തുടർച്ച ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. CPIയുടെ സമുന്നതനായിട്ടുള്ള സെക്രട്ടറി കാനം രാജേന്ദ്രൻ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത സന്ദർഭത്തിൽ പറഞ്ഞ വാചകം, ഇന്ത്യയിലെ മുസ്ലിം സമൂഹം, വിശിഷ്യ കേരളത്തിലെ മുസ്ലിം സമൂഹം ഭൂരിപക്ഷത്തെ കവച്ചു വെക്കുന്ന വിധത്തിൽ ഇന്ന് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അവർ പലപ്പോഴും സാമ്പത്തികമായി കൊണ്ട് മൂലധനപരമായി കൊണ്ട് വലിയ വികാസം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുമാണ്. അതുകൊണ്ട് തന്നെ സംവരണത്തിൻ്റെ വിഷയത്തിൽ ചില പുനരാലോചനകൾ ആവശ്യമാണ് എന്നുപോലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മതനിരപേക്ഷ എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CR പരമേശ്വരൻ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നടത്തുന്ന നിരീക്ഷണവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അഥവാ കോഴിക്കോട്ടെ മാപ്പിളമാർ
ഒരു നേരം കഴിക്കുന്ന ബിരിയാണി കൊണ്ട്, ഭക്ഷണം കൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ ദളിതുകൾക്ക്, ആദിവാസികൾക്ക് ഒരു മാസം വരെ സുഭിക്ഷമായി കഴിയാമെന്നും, എന്നിട്ട് ആ മുസ്ലിമിനെയും ദളിതിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇരവാദമാണ് കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്നത് എന്നും, ഇത് ഗൾഫ് പത്തിരി കണ്ട് മോഹിച്ചുള്ള ചില സാംസ്കാരിക പ്രവർത്തകരുടെ വിടുവായുത്തമാണ് എന്നുമാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള മതേതരവാദികളുടെ പല സംസാരങ്ങളിലും പല പ്രസ്താവനകളിലും ഈ പറഞ്ഞ ഇസ്ലാമോഫോബിയയുടേതായിട്ടുള്ള, വംശീയമായ മുൻവിധികളുടേതായിട്ടുള്ള പല അടരുകളും നമുക്ക് കണ്ടെടുക്കുവാൻ സാധിക്കും എന്നതാണ്. മതം മാറ്റ വിഷയമായാലും മുസ്ലിം മൂലധന വിഷയമായാലും അതുപോലെ തന്നെ ഏറ്റവും അവസാനം കോവിഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയും നമുക്ക് ഇത്തരത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ മുസ്ലിം വംശീയമായിട്ടുള്ള മുൻവിധികളെ മറികടക്കുവാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് ജനാധിപത്യത്തെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ നിശബ്ദരാകുന്ന നിമിഷം, നമ്മൾ അലസരാകുന്ന നിമിഷം അത് നമ്മളിൽ നിന്ന് കവർന്നെടുക്കപ്പെടും എന്നതാണ്. ഈ രാജ്യത്ത് മനുഷ്യാവകാശവും ജനാധിപത്യ മൂല്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ശൂന്യതയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. മറിച്ച് നമ്മുടെ മുൻഗാമികൾ നടത്തിയിട്ടുള്ള ചേതോഹരമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളുടെ, ധീരോദാത്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ട് അവർ നേടിയെടുത്തിട്ടുള്ളതാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യാവകാശങ്ങളും മനുഷ്യാവകാശ മൂല്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതൊരു പീഡിത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാഗ്ദത്ത ഭൂമിയുണ്ടാവും. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അവർക്കൊരു വാഗ്ദത്ത ഭൂമിയുണ്ട് എന്ന് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈജിപ്തിലെ ഫലസ്തീൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഗ്ദത്ത ഭൂമി ഫലസ്തീനായിരുന്നു. മക്കയിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്ന മർദ്ദിതരായ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് മദീനയായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് ഈ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന മൂല്യങ്ങളും പൗരാവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളുമാണ് എന്നതാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾക്കകത്തും എന്തെന്തൊക്കെ ഇതിനെ നിലനിർത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏതൊരു പീഡിത സമൂഹവും അവരുടെ വാഗ്ദത്ത ഭൂമി കണ്ടെത്തുകയും ധീരമായി അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള പോംവഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവറാണ് എങ്കിൽ, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ധീശത്വമാണെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമപരമായിട്ടുള്ള മീഡിയ സംബന്ധമായിട്ടുള്ള മേധാവിത്വമാണ് എങ്കിൽ, അത്തരത്തിലുള്ള വാഗ്ദത്ത ഭൂമികളെയൊക്കെയും വികസിപ്പിച്ചെടുത്തുകൊണ്ട് ധീരമായി കൊണ്ട് അതിലെത്തിച്ചേരുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഒറ്റ കഥ പറഞ്ഞുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കാം. അഥവാ പ്രമുഖ ആഫ്രിക്കൻ എഴുത്തുകാരനായിട്ടുള്ള ചിന്നു അച്ചുബെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലിലെ ഒരു കഥാസന്ദർഭമുണ്ട്. അഥവാ ആ കഥയിൽ ഒരു ആമയും പുലിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ ജനസമൂഹത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്താണ് അദ്ദേഹം ഈ കഥയെ ഉദാഹരിച്ചിട്ടുള്ളത്. തന്നെ തിന്നാനൊരുങ്ങുന്ന പുലിയോട് ആമ ഒരു 5 മിനിറ്റ് സമയം വേണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പോൾ പുലി ആലോചിക്കുകയാണ്, 5 മിനിറ്റ് സമയം കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ. പ്രകൃതി നിയമം അനുസരിച്ചുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ ജയിക്കാൻ പോകുന്നത്. കാരണം പുലിയെ വെല്ലാൻ ഒരിക്കലും ആമയ്ക്ക് സാധിക്കില്ലല്ലോ. അങ്ങനെ 5 മിനിറ്റ് സമയം കൊടുത്തു. ഈ കിട്ടിയ 5 മിനിറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആമ ചെയ്യുന്നത് തൻ്റെ ചുറ്റുപാടുമുള്ള മണ്ണ് ആകെ ഇളക്കി മറിച്ച് ചുറ്റുപാടുമുള്ള മുഴുവൻ ചെടികളും മരങ്ങളും ഒക്കെ അവൻ പിഴുത് മാറ്റുകയുമാണ്. അങ്ങനെ പറയുന്നു, ഇനി എന്നെ കൊന്നോ? അങ്ങനെ കൊല്ലാനൊരുങ്ങുന്ന പുലി ചോദിക്കുന്നുണ്ട്, അല്ല നേരത്തെയും എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു, ഇപ്പോഴും എനിക്ക് നിന്നെ കൊല്ലാം, രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ആമ അതിന് നൽകുന്ന മറുപടിയുണ്ട്, രണ്ടും വലിയ വ്യത്യാസമുണ്ട്. നേരത്തെ നീ എന്നെ കൊന്നിരുന്നുവെങ്കിൽ എൻ്റെ സമൂഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, യാതൊരുവിധ ചെറുത്തുനിൽപ്പുമില്ലാതെ, യാതൊരുവിധ എതിരിടലുമില്ലാതെ ഞാൻ നിനക്ക് പൂർണ്ണമായും കീഴൊതുങ്ങി എന്നും ഞാൻ ചത്തൊടുങ്ങി എന്നതുമായിരിക്കും എൻ്റെ സമൂഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നാൽ ഇനി എൻ്റെ സമൂഹം, എൻ്റെ പിന്മുറക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, നീണ്ട ഒരു ചെറുത്തുനിൽപ്പിലൂടെ മാത്രമാണ്, വലിയ ഒരു പോരാട്ടത്തിലൂടെ മാത്രമാണ് നിനക്കെന്നെ കീഴടക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നും നിനക്കെന്നെ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുമായിരിക്കും. രണ്ടും വലിയ വ്യത്യാസമുണ്ട്
എന്നാണ് ആമ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അഥവാ ഈ രാജ്യത്തിനകത്ത് പ്രതിസന്ധികൾക്കകത്തും എന്തെന്തൊക്കെ വിമോചനത്തിൻ്റെ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കുവാനും ധീരമായി അതുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള രാഷ്ട്രീയമായ ചുവടുവെപ്പുകൾ നമുക്ക് ആവശ്യമാണ്. അതിന് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ, ഇത്തരത്തിലുള്ള അവബോധങ്ങൾ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ദൈവത്തിന് സ്തുതി. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.